ഫ്ലിമി, റോസ്മേരി, ജാസ്മിൻ, ജിസ്ന, അസിൻ, എവലിയ, ജിസി, അഞ്ജന, ജോസ്ന എന്നീ 39ാമത് തിരുനാളിന്റെ 2ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാംസ്കാരിക സന്ധ്യ ധന്യമാക്കാനായിട്ട് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ ഞാൻ അവരെ ഈ കൊച്ചിടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഈ വേദി ധന്യമാക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അവരുടെ സംസാരങ്ങൾ തടസ്സാവരുത് എന്ന് കരുതി നമ്മൾ 3 പേരെയാണ് അതിലെ ആശംസകൾ അർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. ആ 3 പേര് ഈ അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മർത്ത കോൺഗ്രിഗേഷന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ റോസ് ജോസ്, ഞങ്ങളുടെ കൈക്കാരന്മാരുടെ പ്രതിനിധിയായി സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബാബു നീലങ്കാവൽ, പിന്നെ ഈ നാടിനെ മൊത്തം പ്രതിനിധീകരിച്ച് പറയാൻ പറ്റുന്ന സൂര്യഭാരതിയുടെ ചെയർമാൻ ശ്രീ KP മനോജ് കുമാർ, നന്ദി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ജെന്റിൽ ആന്റണി, പിന്നെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ വ്യക്തിത്വം ഒരു മാതൃകയാക്കി തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആദരവ് ചെറിയ ഈ സദസ്സിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് ക്ഷണിച്ചിട്ടുള്ളത്. എത്തിച്ചേർന്ന എല്ലാവരും ഒറ്റവാക്കിൽ ഞാൻ ഇവിടെ നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കോളങ്ങാട്ടുകാർ ദേശത്തിലുള്ള എല്ലാവരുമേ, അച്ഛൻ്റെ പൊന്നുമക്കളെ എന്ന ഒരു പദപ്രയോഗമാണ്. മനുഷ്യൻ്റെ എല്ലാ വാസനകളും എല്ലാവരും എപ്പോഴും പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയില്ല. സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ഒരു അച്ചടക്കം വേണം എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം അതിൻ്റെ ശൈശവദശയിൽ തന്നെ സുദൃഢമായ ഒരു ഭരണഘടന, കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്, കുറെ കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ളത്, കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള ഭരണസമിതികൾ, അതിൻ്റെ എക്സിക്യൂഷൻ, അതിൽ വല്ല പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനായിട്ടുള്ള ജുഡീഷ്യറി, അതിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന
പാർലമെന്റ് അംഗങ്ങൾ, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ എന്ന് തുടങ്ങി കൃത്യമായി എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ നിയമനിർമ്മാണം നടത്തുകയും അത് ശരിക്കും പ്രായോഗിക പദത്തിൽ കൊണ്ടുവരികയും അതിൽ വല്ല ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ടുള്ള സാധ്യതകൾ അത് സംവിധാനമായി തന്നെ രൂപീകരിക്കുകയും ചെയ്യപ്പെട്ട ഒരു രീതി, അത് ആർഷഭാരത സംസ്കാരത്തെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിസ്റ്റേഴ്സ്, കൈക്കാരന്മാരെ, ഇടവകാംഗങ്ങളെ, ഈ ദേശത്തെ ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക സമ്മേളനത്തിലൂടെ സാംസ്കാരിക സമ്പന്നത എന്ന് പറയുന്നത് കിടഞ്ഞെടുക്കുന്ന വെണ്ണയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഈ തിരുനാളിനെ കൂടുതൽ അർത്ഥവത്താക്കിക്കൊണ്ട് ഈ പള്ളിമുറ്റത്തെ സമ്പന്നമാക്കിക്കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ദേശവാസികളെ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, ഏവർക്കും ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. ഇങ്ങനെയൊരു ക്ഷണം ലഭിച്ചപ്പോ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോ എന്റെ മുൻപിൽ ഓടി വന്നത് എന്റെയും അച്ഛന്റെയും ബാല്യകാര്യങ്ങളാണ്. ഒരേ അൾത്താരയിലെ സീനിയർ ജൂനിയർ ശുശ്രൂഷകരായിട്ട് കടന്നു വന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഞാനും ലാസറച്ചനും. ലാസറച്ചനെ തന്റെ പഠനരംഗത്തെ റാങ്ക് കരസ്ഥമാക്കിയതിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നേരുകയാണ്. ഞാൻ അധ്യാപകൻ ഓരോ നിമിഷവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിതാ ഈ വേദിയിൽ അന്വർത്ഥമായി കണ്ടു. ഞങ്ങൾ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തി അതിനൊരു സ്നേഹാദരം എന്നൊരു ചടങ്ങ് കൊണ്ടുവന്നത്, അത് പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ അർത്ഥവും വ്യാപ്തിയും പകർന്നു തരാൻ കാണിച്ച സ്നേഹത്തിന് ഒത്തിരി നന്ദി. ദേശത്തിന്റെ പേര് നാടൊട്ടാകെ അറിയിച്ച ഈ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായിട്ട് മത്ത സന്യാസിനി സമൂഹത്തിന്റെ ലൂർനാഥ പ്രവിശ്യയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസിൻ ജോസിനെ ഏറ്റവും സ്നേഹത്തോടെ ഇടവകയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ദേവാലയത്തിന്റെ 39ാമത് തിരുനാളാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് ഈ ദേവാലയം പണിത് പൂർത്തീകരിക്കുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുകയും ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കൈക്കാരനായി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബാബു നീലങ്കാവിലെ ഇടവകയുടെ സ്നേഹാദരം സ്വീകരിക്കുന്ന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഈ പള്ളിയുടെ അകവും പുറവും ഒക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. നാം എല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രണ്ട് വിശുദ്ധരാണ് വിശുദ്ധ യേശോ പിതാവും വിശുദ്ധ സെബസ്ത്യാനോസും. ഈ വിശുദ്ധാത്മാക്കളെ പോലെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. ഇടവക തിരുനാൾ എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് വളരെയധികം സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു അവസരമാണ്. ഒന്നാമതായി അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണമാണ്. ശ്രീ കെ പി മനോജ് കുമാർ സൂര്യഭാരതിയുടെ ചെയർപേഴ്സൺ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ത്യാഗവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കുറച്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കിയെടുത്ത വളരെ മനോഹരമായ ഒരു തിരുനാളാണ് ഇവിടെ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഞാനൊരു കൈക്കാരന്മാരുടെ പ്രതിനിധിയാണ്. എൻ്റെ വർക്ക് ചെയ്യുന്ന ശ്രീ എൽ പി ജോർജ്, ശ്രീമതി ബിന്ദു വർഗീസ്, ശ്രീമതി ബിന്ദു ഷാജു, അവരൊക്കെയാണ് കൈക്കാരന്മാരുടെ പ്രധാനപ്പെട്ട പണികളൊക്കെ എടുക്കുന്നത്. ഞാനൊരു താളം ചവിട്ടിയിരിക്കുന്ന ഒരാളാണ് ചോദിക്കുന്നത്. അവരാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് പറയാൻ 1-2 കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട തിരുനാളിനെ
സാക്ഷ്യം വഹിക്കുകയാണ്. 39ാമത് ഈ തിരുനാൾ കുടുംബാട്ടുകാരെ ദർശിച്ച് മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1998 ഞങ്ങളുടെ ദേശഭക്തി ആരംഭിച്ചത്. ആ ദേശഭക്തി ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ആർക്കാണ് ഈ പ്രസാദം കൊടുക്കുന്നത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് കോർണാട്ടിൽ നമ്മുടെ ബദനി കോൺവെന്റ് നിരവധി സിസ്റ്റേഴ്സ് അവരുടെ ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ച് അശരണരായവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൊണ്ട് ആ ഗവൺമെന്റിലേക്ക് ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ ഭക്ഷണം. ഇതുപോലെ ഈ മദർ തെരേസയോട് ചോദിച്ചിട്ടുണ്ടായി, എന്താണ് ലവ് ഓർ സ്നേഹം? ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിന്റെ ഭാഷ. അതാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം. യൂദാസിൽ നിന്നും ക്രൈസ്റ്റിലേക്ക് ഒരു ആത്മീയ പ്രദർശനത്തിൽ ഏറ്റവും നല്ല കൊച്ചുകുട്ടിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് യൂദാസിനായിരുന്നു. ആ യൂദാസിന്റെ കൊച്ചുമുഖം വളരെ ആകർഷണീയമാണ്. കാലഘട്ടം അദ്ദേഹത്തെ തിരിച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ അവരുടെ സമൂഹം ഏറ്റെടുത്തത് ക്രിസ്തുവിനെയാണ്. സ്നേഹത്തിന്റെ ഭാഷയിലൂടെ ലോകത്തെ തന്നെ രചിച്ച ആ പുണ്യാത്മാവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നൽകിയ ദൈവത്തിന്റെ കർമ്മശേഷിയുമൊക്കെ നമുക്ക് മാതൃകാപരമായിട്ട് മാറി.